ഹലോ എവരിവൺ, സുഖമല്ലേ? അപ്പോൾ ഈ PCOD എന്ന് പറഞ്ഞ വിഷയം ഇപ്പോൾ ഒത്തിരി പേർക്കുണ്ട് അല്ലേ? കുറേ പെൺകുട്ടികൾക്കുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെത് മാറി. ഞാൻ എങ്ങനെ മാറ്റിയെടുത്തു, ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുറേ നാളായിട്ട് ഞാനത് പറയണമെന്ന് വിചാരിക്കുന്നു. കാര്യം അത് മാറി. എനിക്കിപ്പോൾ ഒരു കുഞ്ഞാവുണ്ട്. അവന് 2 വയസ്സാവാൻ പോകുന്നു ഡിസംബറിൽ. അപ്പോൾ ഒത്തിരിയായി മാറിയിട്ട്. അന്ന് തൊട്ട് ഞാൻ എന്തെങ്കിലും ഒരു സന്ദർഭം കിട്ടുമ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് എല്ലാവരോടും പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. 2020 എൻ്റെ കല്യാണം കഴിയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും കുട്ടികൾ വേണ്ട, കുറച്ച് ഒരു 2 വർഷമൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരു വർഷം ഹസ്ബൻഡ് പുറത്തും ഞാൻ നാട്ടിലുമായിരുന്നു. ഹസ്ബൻഡ് ഖത്തറിലായിരുന്നു, ഞാൻ നാട്ടിലിവിടെയായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വർഷമാണ് നമ്മൾ ഒരുമിച്ച് ഖത്തറിൽ നിന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വർഷം കഴിഞ്ഞിട്ട്, അതും കൂടി കഴിഞ്ഞിട്ട് കുട്ടികളെ പറ്റി നോക്കാം, പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഖത്തറിലേക്ക് ചെന്നതിൻ്റെ ഒരു ക്ലൈമറ്റ് മാറിയതിൻ്റെയാണോ, ഫുഡ് മാറിയതിൻ്റെയാണോ ഒന്നും അറിയില്ല. അതുവരെ പ്രശ്നമൊന്നും ഇല്ലാതിരുന്ന എൻ്റെ പീരീഡ്സ് ഭയങ്കര ഇറഗുലറായി, കുറേ ഇറഗുലർ പീരീഡ്സായി, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മന്തിൽ തന്നെ ട്വൈസൊക്കെ പീരീഡ്സ് ആവാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു ഗ്യാപ്പില്ലാതെ പെട്ടെന്ന് ആവുന്ന പോലെയായി. അങ്ങനെ അവിടെ നസീമിൽ അൽ നസീം എന്ന ഹോസ്പിറ്റലിൽ ഒരു ഗൈനക്കിനെ കണ്ടു. കാര്യം പറഞ്ഞു, സ്കാൻ ചെയ്തപ്പോൾ PCOD ആണ്, അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി തന്ന മരുന്ന്, പുള്ളിക്കാരി കുറച്ച് പേടിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ പറഞ്ഞത്. PCOD ഭയങ്കര ഇഷ്യൂ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ മരുന്ന് തന്നിരുന്നു. മരുന്ന് കഴിച്ച് കുറച്ച് അടുപ്പിച്ച് 1 മാസം 2 മാസം എന്തോ മരുന്ന് കഴിച്ചപ്പോൾ പിന്നെ ശരിയായി. ആ ഇറഗുലാരിറ്റീസൊക്കെ മാറി, റെഗുലർ പീരീഡ്സ് ആയി വന്നു. വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു. ഈ പ്രശ്നം തന്നെ വീണ്ടും വന്നപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നാട്ടിലേക്ക് നമ്മൾ വെക്കേഷൻ വരുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലൊരു ഗൈനക്കിനെ കണ്ടിരുന്നു. നാട്ടിലെ ഗൈനക്കിനെ കണ്ടപ്പോൾ അവർ ഭയങ്കര ഈസി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഭയങ്കര ലൈറ്റായിട്ടാണ് എടുത്തത്. കാര്യം PCOD ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ കുഴപ്പമാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ഖത്തറിലേക്ക് തന്നെ പോകുന്നതുകൊണ്ട് അടുപ്പിച്ച് 2 മാസം എന്താ കഴിക്കാനുള്ള മരുന്ന് ആ ഡോക്ടറും തന്നിരുന്നു. അപ്പോൾ ആ ഡോക്ടർ ആ മരുന്ന് വരുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ആ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കൺസീവ് ആവില്ല. സോ ആ മരുന്ന് കഴിച്ച് ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ കുട്ടികളെ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ, അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ആ മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഓക്കെ ആയി വന്നു. വീണ്ടും ഇതേ പ്രശ്നം റിപ്പീറ്റ് ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ ഖത്തറിൽ തന്നെ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വേറൊരു ഗൈനക്കിനെ കണ്ടു. ആ ഗൈനക്കിനെ കണ്ടപ്പോൾ അവരെനിക്ക് ഫസ്റ്റ് നസീമിലെ ഡോക്ടർ വന്ന് അതേ മെഡിസിൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് ജസ്റ്റ് ഒരു 15 ദിവസത്തേക്ക് എന്തോ ആയിരുന്നു ഒന്നാമിരുന്നത്. അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും ഓക്കെ ആയി. പിന്നെയും ഈ പ്രശ്നം ഓക്കെ ആയി കഴിഞ്ഞിട്ടും വീണ്ടും ഈ പ്രശ്നത്തിലേക്ക് വരുമെന്നുള്ള രീതിയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാൻ കുറേ റിസർച്ച് ചെയ്ത് യൂട്യൂബൊക്കെ നോക്കി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ ആ ഡ്രിങ്കിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങൾ, നമ്മൾ പെരിഞ്ജീരകം, പട്ട, ഉലുവ, ഇത് 3ഉം ഒരേ അളവിലെടുത്തിട്ട് പൊടിച്ച് ഞാൻ വെച്ചു. ഒരുപാട് പൊടിച്ചില്ല, ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചു. എന്നിട്ട് തലേ ദിവസം രാത്രി ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ ഇതൊരു 2 സ്പൂൺ ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുമായിരുന്നു. ഇത് ഞാനിങ്ങനെ തുടക്കത്തിൽ അടുപ്പിച്ച് എല്ലാ ദിവസവും കുടിക്കില്ല. ആദ്യം ഒരു ദിവസം കുടിച്ച് 2 ദിവസം ബ്രേക്ക് എടുത്ത ശേഷമാണ് അടുത്ത കുടിക്കുകയുള്ളായിരുന്നു. പിന്നെ ഒരാഴ്ച അങ്ങനെ കുടിച്ച ശേഷം ഡെയിലി പിന്നെ രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ തുടങ്ങി. ഇത് മാത്രമല്ല, ഞാൻ യോഗയും ചെയ്യുമായിരുന്നു. യോഗയുടെ ഒരു ABCD എനിക്കറിയില്ല, യോഗ അറിയാനേ പാടില്ല. പക്ഷേ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് PCODക്ക് വേണ്ടിയുള്ള യോഗ പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കണ്ടുപിടിച്ചിട്ട്, ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ ഒത്തിരി പേര് വർക്കിംഗ് ആണ്, അവർക്കൊന്നും സമയം കിട്ടില്ല. ഇപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുന്ന കാര്യം ചിലപ്പോൾ നടക്കുമായിരിക്കും, പക്ഷേ യോഗ ചെയ്യാനോ എക്സസൈസ് ചെയ്യാനോ ഒന്നും അവർക്ക് സമയം കിട്ടില്ല. പക്ഷേ ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ മാറ്റിവെച്ച് വേണ്ട ഒരു സൂര്യ നമസ്കാരമെങ്കിലും ചെയ്യാൻ പറ്റിയാൽ മതി. അത് വേണ്ട, അത്രയും രാവിലെ അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിച്ച ശേഷം ആ ഒരു മോർണിംഗ് ആ വെറും വയറ്റിൽ തന്നെ വേറൊന്നും കഴിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് നേരം ഒരു യോഗ പോസ്റ്റേഴ്സ്, ഈ PCOD റിലേറ്റഡ് പോസ്റ്റേഴ്സ് നമുക്ക് യൂട്യൂബ് നോക്കിയാൽ കാണാൻ പറ്റും. പെട്ടെന്ന് കയറി നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാര്യം നമുക്ക് ശീലമില്ലല്ലോ. ചെറിയ പോസ്റ്റേഴ്സ്, കൂടുതലും നമുക്ക് ഈ അടിവയറിൻ്റെ ഇവിടെ, ഈ തൈസിൻ്റെ ഇവിടെയൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സാണ് കൂടുതലും വരുന്നത്.
അപ്പം അങ്ങനത്തെ പോസ്റ്റേഴ്സ്, ഈ ബട്ടർഫ്ലൈ പൊസിഷൻ പോലെയൊക്കെ അങ്ങനത്തെ പോസ്റ്റേഴ്സ് കണ്ടുപിടിച്ച് അത് കുറച്ച് ആദ്യം തുടക്കത്തിൽ ഭയങ്കര കുറച്ച് ചെയ്യുക, കൗണ്ട് ഭയങ്കര കുറച്ചിട്ട് 3 ടൈംസ്, പിന്നെ 5 ടൈംസ്, പിന്നെ 7 ടൈംസ്, അങ്ങനെ പതുക്കെ ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ യോഗയും കൂടെ ചെയ്തിട്ടാണ് നല്ലപോലെ നമ്മുടെ വയറിൻ്റെ ഭാഗം ഇവിടെയൊക്കെ നല്ല സ്ട്രെച്ച് ആവുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സ് ചെയ്തിട്ടാണ് എൻ്റെ PCOD മാറിയത്. അപ്പം ഞാൻ ഈ ഡ്രിങ്കും ഈ യോഗയുടെ ഇതും കണ്ടിന്യൂസ് ഒരു 1 മന്ത് ചെയ്തിരുന്നു. ചെയ്തതിൻ്റെ അടുത്ത മാസം തൊട്ട് എനിക്ക് റെഗുലർ പീരീഡ്സ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് റെഗുലറായിട്ടുള്ള പീരീഡ്സ് ആയിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ കൊച്ചുങ്ങളെ പറ്റി എന്നാൽ ഓക്കെ ആയി, പിന്നെ കുട്ടികളെ പറ്റി ചിന്തിക്കുക എന്നുള്ള രീതിയിൽ നോക്കിയതും കുട്ടിയായതും. അപ്പോൾ ഞാൻ കാര്യം എന്താ വെച്ചാൽ, ഈ പട്ട എന്ന് പറയുന്ന സാധനം ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഹോർമോണൽ ഇൻബാലൻസിന് വളരെ നല്ലതാണ്. അപ്പോൾ പട്ട നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യണം എങ്ങനെയെങ്കിലും. ഇപ്പോൾ ഞാൻ ഈ ഡ്രിങ്ക് മാത്രമല്ലാണ്ട് കട്ടൻ ചായയൊക്കെ കുടിക്കുമ്പോൾ പട്ട ഒരു കഷ്ണം ഇട്ടിട്ട് തിളപ്പിച്ച് കുടിക്കുമായിരുന്നു അങ്ങനെ. അല്ലെങ്കിൽ വെള്ളം നമ്മൾ തിളപ്പിച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പട്ട ഇടുമായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പട്ടയുടെ ഒരു ഗുണങ്ങൾ നമ്മുടെ ശരീരത്തെ ഏതെങ്കിലും ഒരു ടൈമിൽ എത്തിക്കാൻ ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ പെരിഞ്ജീരകം നമുക്ക് വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഗ്യാസിനൊക്കെ നല്ലതാണ്. ഉലുവ ബോഡിക്ക് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പ്രഗ്നൻസി കഴിഞ്ഞ സമയത്ത് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഉലുവ കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചിട്ടുണ്ട്. വളരെ നല്ലതാണത്. ഈ 3 സാധനങ്ങളും കൊണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ റിസർച്ച് ചെയ്തെടുത്തോളം സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ ഒത്തിരി പേര് ഈ ഇഷ്യൂ ഫേസ് ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. ഒരു 1 മന്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാമല്ലോ. അതല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ആരോടും. ഇപ്പോൾ ട്രൈ ചെയ്യേണ്ടതെന്നാണെങ്കിൽ ആരും ട്രൈ ചെയ്യേണ്ട. ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം മരുന്നും കഴിച്ചിട്ട് ഒരിതില്ല എന്ന് അതും കൂടി ഒന്ന് നോക്കിയേക്കാം എന്നുണ്ടെങ്കിൽ ഒരു 1 മന്ത് ജസ്റ്റ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതിന് റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ തന്നെത്താനെ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു 1 മന്ത് ട്രൈ ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടെന്ന്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഹോർമോണൽ ഇൻബാലൻസിനും ഒക്കെ നല്ലതാണത്. പിന്നീട് ഞാനത് ഇപ്പോൾ എനിക്കൊന്നും ആയ ശേഷം പിന്നെ കുറച്ചായ ശേഷം അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നീട് എനിക്ക് PCOD ഇഷ്യൂ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് ഭാവിയിൽ വന്നാലും ഞാനിത് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ അറിയാവുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിക്കോളൂ കേട്ടോ. പറയാൻ പറ്റില്ലല്ലോ, ഓരോരുത്തരുടെ ബോഡി ഓരോ ടൈപ്പാണ്. ചിലർക്ക് ഇത് വർക്കാവും, എനിക്ക് വർക്കായി, ചിലർക്ക് ചിലപ്പോൾ വർക്കാവില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കിയ ശേഷം, ഒന്ന് ശ്രമിച്ച് നോക്കിയ ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും നല്ല വീഡിയോസായിട്ട് കാണാം.